ഹായ്, ഇത് ഞങ്ങൾക്ക് ഉരുളിയപ്പം. അമ്പേരെ ഉരുളിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് ചട്നി കാപ്പി ഡമ്മ. ഉരുളിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഞാൻ പച്ചരി ഒരു ഗ്ലാസ് പച്ചരി വെള്ളത്തിലിടും. നമുക്ക് ഒരു ഗ്ലാസ്സാണ്, നമ്മൾ രണ്ടുപേരും. ഒരു ഗ്ലാസ് പച്ചരി വെള്ളത്തിലിടാം രാത്രി. എന്നിട്ട് കഴുകി കുറച്ച് നേരത്തെ ഇടണം. രാത്രി അരച്ച് വെക്കുന്നതാണ്, അത് കുറച്ച് നേരത്തെ ഇടണം. അമ്മ ഫാൻ ഇടാൻ പറയുന്നു. കുറച്ച് രാത്രി അരക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 5 മണിക്ക് 6 മണിക്കോ ഇട്ടാലും മതി. പച്ചരി വേഗം പൊതിയും. അതൊരു ഒരു പിടി ഒരു ഇങ്ങനെ പിടിയില്ല അവിൽ, ഒരു പിടി അവിൽ, പിന്നെ കുറച്ച് തേങ്ങ. ഇത് അരക്കണം. ദോശക്കാർക്ക് നിങ്ങൾ അത്ര വെള്ളം വേണ്ട, കുറച്ച് കട്ടി വേണം. ദോശേനെക്കാട്ടി കുറച്ച് കട്ടി വേണം. തലേ ദിവസം അരച്ചിട്ട് വെക്കാം. വേറൊന്നും ഇടണ്ട. രാവിലെ ഉപ്പിട്ട് അത് നെല്ലും പൊന്തി വന്നില്ല, എൻ്റെ മേലെ വന്നു. ഇത് എൻ്റെ മാവ് മേലെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് രാവിലെ ഈ പാത്രമില്ലേ, ചീനച്ചട്ടി പോലത്തെ ആ പാത്രത്തിൽ ഇത് രാവിലെ ഇങ്ങനെ ഇതിന് ഉരുളിയപ്പാന്നാണ് പറയുന്നത്. ഇങ്ങനെ മുട്ടാനൊന്നും പാടില്ല, അതിങ്ങനെ പൊയ്ക്കും. അത് തന്നെ എല്ലാ ഭാഗത്തേക്ക് പോകും. ഇത് മൂടിയൊക്കെ ചെറിയ തീയിലാണ്. ചീനച്ചട്ടി ചൂടായിട്ടാകുമ്പോൾ ചെറുതാക്കാം. എന്നിട്ട് എണ്ണ തരട്ടിട്ട് ഒഴിക്കാം. എൻ്റെ ചായയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ്. നിങ്ങൾക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, ലൈക്ക് അടിക്കണം. നിങ്ങളെ പ്രാർത്ഥന സപ്പോർട്ട് വേണം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവർക്കും ആരോഗ്യ ആയുസ് കൊടുക്കണേ. ಎಲ್ಲಿ ಸಾಮಾನೆಲ್ಲ ನಿಂದು ಹೊರಗೆ ಕೂತಿದೆ. ಅದು ಬೇಗ ಹೋಗ್ತೀಯ ಬಿಡಾರ? വേറെ ഇവിടെ ഇടുന്നതിനല്ല, സൈക്കിൾ പീടിയെല്ലാം കാണും. സൈക്കിളിൻ്റെ പീടിയ, സൈക്കിളെല്ലാം വിൽക്കുന്നു. സൈക്കിളിൽ കുട്ടികൾക്ക് സൈക്കിളെല്ലാം വേണമെങ്കിൽ ഫാമിലി സ്റ്റോർ വന്നാൽ മതി. ഇതുണ്ട് ഫാമിലി സ്റ്റോർ. ഇപ്പുറമാണ് സൈക്കിളെല്ലാം കാണുന്നത്, നല്ല നല്ല സാധനം. പിന്നെ ടൈലർ പീടിയുണ്ട്. ടൈലർ പീടിയ 3 എല്ലാം ഉണ്ട്, ബാഗുണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ വരണമെങ്കിൽ ഇവിടെ വന്ന് എല്ലാ സാധനം എടുത്താൽ മതി. ഉരുളിയപ്പം എന്തായിരുന്നു നോക്കാമല്ലോ. ഇത് വരുന്ന ടൈമിൽ ഞാൻ നിങ്ങൾക്ക് അതെല്ലാം കാണിച്ചതാണ്. ഉരുളിയപ്പം നല്ല പൊന്തി വന്നിട്ടുണ്ട്. ആ പൊന്തുന്ന സമയത്ത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മെല്ലെ എടുക്കണം, മറിച്ചിടണം. മെല്ലെ എടുത്തപ്പോൾ ഇങ്ങനെ വെച്ച് നമുക്ക് ഒരു കയ്യിലുള്ളൂ, ഒരു കയ്യിൽ വീഡിയോ എടുക്കണം. കുറച്ച് എണ്ണ ഒഴിക്കണം, കുറച്ച് എണ്ണ അങ്ങനെ ഒഴിക്കണം. എന്നിട്ട് മറിച്ചിടണം. പിന്നെ തൊടാനൊന്നും പാടില്ല. അമ്മ 2 എണ്ണം, അമ്മക്ക് 2 എണ്ണം കൊടുത്തു. നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നല്ല പ്രായമുള്ളവർക്കെല്ലാം നല്ല മൃദൂലായി. അതിന് ചട്നി നല്ല, മുട്ടക്കറി നല്ലതാണ്. മുട്ടക്കറി നമുക്കിവിടെ മീനും കോഴിയും മുട്ടയൊന്നും വാങ്ങിച്ചുകൂടാം. നമ്മൾ ചട്നി 113 സബ്സ്ക്രൈബറേ ആയിട്ടുള്ളൂ. 1000 സബ്സ്ക്രൈബർ എനിക്ക് തോന്നിയില്ല 1000 ആകുമെന്ന്. നമുക്കിങ്ങ് പോകാൻ പറ്റുന്നില്ലല്ലോ. അമ്പലത്തിൽ പോയിട്ട് വീഡിയോ എടുത്തിന്, അതൊന്നും ശരിയായിട്ടാണ്. പിന്നെ അതിൽ ഭയങ്കര തിരക്കായതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റില്ല. എടുത്തതൊന്നും പിന്നെ വീഡിയോ നോക്കുമ്പോൾ ഒന്നും നേരെയില്ല, അതിന് ശരിയില്ല. പിന്നെ അതെങ്ങനെ ഇപ്പോൾ ഇടയിലെന്ന് വിചാരിച്ചിട്ടിട്ടിട്ട് പിന്നെ അതെൻ്റെ ഫോണിൽ നിന്ന് കട്ടായിപ്പോയി. മമ്മി വേക്കാ
ഉണ്ടല്ല ഇതെനിക്ക് അമ്മക്ക് രണ്ട് മതി. ഇതെനിക്കാണ്. എനിക്ക് രണ്ട്. ഞാൻ രണ്ടേ കഴിക്കും. ഇങ്ങനെ എണ്ണ വരട്ട. വൈകുന്നേരത്തേക്ക് ഓരോന്ന് നമുക്ക് രണ്ടുപേർക്ക് ഇങ്ങനെ ഒഴിക്കുക. പിന്നെ ഇങ്ങനെ വരട്ടൊന്നും വേണ്ട, തൊടേ വേണ്ട, ഒഴിച്ച് ചെറുതായിട്ടാണ് ഗ്യാസ് ചെറുതാക്കിയിട്ട് അത് വെന്ത് കുറച്ച് കഴിയുമ്പോൾ നോക്കണം. നോക്കിയിട്ട് മറിച്ചിടുന്ന നേരത്ത് അതിങ്ങനെ പൊക്കി പിടിച്ചിട്ട് കുറച്ച് എണ്ണയും കൂടി വരട്ടിയിട്ട് വീണ്ടും കമിച്ചിടണം. ഇങ്ങനെ വെള്ളപ്പം റെഡി. വെള്ളപ്പമല്ല, ഉരുളിയപ്പം. ഇതിൻ്റെ പേര് ഉരുളിയപ്പം. തലേദിവസം അരച്ച് വെക്കേണ്ടതാണ്. തലേദിവസം പച്ചരി ചോറ് കൂട്ടിയിട്ടാണ് എല്ലാവരും അരക്കൽ. ഇവിടെ ചോറ് കൂട്ടിക്കൂടാ. ചോറ് കൂട്ടുന്നതിന് പകരം അവിൽ കൂട്ടുന്നതാണ്. അവിൽ കൂട്ടി തേങ്ങ കൂട്ടിയിട്ട് അരച്ചിട്ട് വെച്ചാൽ സൂപ്പർ. നമുക്ക് ഉഴുന്നല്ല ലാഭമാണ്. ഉഴുന്നിന് ഇതിന് ദോശ ഉണ്ടാക്കാം, ഉരുളിയപ്പം ഉണ്ടാക്കാം, വെള്ളയപ്പം ഉണ്ടാക്കാം, എല്ലാം ഉണ്ടാക്കാം. അങ്ങനെ. ഓക്കെ, ബൈ ബൈ.